നോക്കൂ, അവിടെ ഒരു ഹാർട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ ഒരാളെ കൊണ്ടുവരണ്ടേ? അതെ അതെ, കഴിഞ്ഞ തവണ ഒക്കെ ഇവളാണ് ആളുകളെ ഇറക്കിയത്. അതെ. അപ്പൊ ഞാൻ ഇറക്കണ്ടേ? ഇല്ല, വേണ്ട. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ പരിപാടിയിലൊക്കെ ഞങ്ങള് ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് കുറച്ച് ഫ്രീ ടൈം തരണം. അപ്പൊ നിങ്ങൾ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്ക് അവിടെ ഒന്നിരിക്കാമോ? അതായത് താൻ ഇരിക്കേണ്ട അടുത്ത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ ഇരിക്കുന്നു പറയുന്ന ഒരു ചൊല്ലുണ്ട്. അത് തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. അതുകൊണ്ട് ഇത്തവണ എന്നാ പിന്നെ പറ, ആരാ വരാൻ പോണേ? ഞങ്ങളൊക്കെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക. അതായത് ഒരു പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ മ്യൂസിക്കിന്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ആ പാട്ടിന്റെ എഴുത്ത്. അപ്പൊ ഒരു ലിറിസിസ്റ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. വെറും ഒരു ലിറിസിസ്റ്റ് അല്ല, ഒരു അന്യായ ലിറിസിസ്റ്റിനെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കണം. പാടുപെടും മക്കളെ, ഇനി വല്ലതും തെറ്റിച്ച. നമ്മുടെ മലയാളത്തിൽ ഒരുപാട് പാട്ടുകൾ ഇപ്പൊ ഇങ്ങനെ എഴുതി 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 ഇങ്ങനെ തകർക്കുന്ന നമ്മുടെ ഒരുപക്ഷെ ഞാൻ പാടിയ കുറെ പാട്ടുകൾ എനിക്ക് അദ്ദേഹത്തിന്റെ വരികളിൽ പാടാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു പേർക്കൊക്കെ മനസ്സിലായി കാണും. എന്നാ പിന്നെ നമുക്ക് ഞാൻ പുള്ളിയെ ഒരു നല്ല പാട്ട് പാടി എനിക്ക് എന്നൊരു ചേഞ്ചിന് നമുക്ക് കുഴപ്പമില്ല. ഹരിച്ചേട്ടന്റെ പാട്ടിന്ന് വിളിക്കാം, കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ ഞാൻ വിട്ടുതരാം. അപ്പൊ ഹരിച്ചേട്ടൻ ആ പാട്ടൊന്ന്. എൻ വിണ്ണിലെ താരമേ എന്നുമെൻ നെഞ്ചിലെ ശ്വാസമേ. വെൽക്കം വെൽക്കം ഹരി. താങ്ക് യു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഇതാണ്, BK ഹരിനാരായണൻ. ഷാനിക്ക, എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താണ്? വീണ്ടും 2 ഹരി. അയ്യോ, ഞാൻ അതിനെപ്പറ്റി അത്ര അങ്ങോട്ട് ചിന്തിച്ചിരുന്നില്ല. നമ്മുടെ സൂപ്പർ സ്റ്റാർ തുടങ്ങിയ സമയം നമുക്ക് ഹരിചരൺ ആയിരുന്നു വന്നിരുന്നത്. അപ്പൊ ഞങ്ങള് എന്ത് ചെയ്യും, 2 ഹരി ഇങ്ങനെ ഇരിക്കല്ലേ, എനിക്ക് ഹരി ഹരി എന്ന് വിളിക്കുമ്പോ ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇത് ഹരിച്ചേട്ടനും ഇത് ഹരിയണ്ണനും ആയിരുന്നു. അപ്പൊ നമുക്ക് ഇത് ശംഖു ആക്കിയാലോ വീണ്ടും? ഞാൻ മറ്റേ ബൊമ്മയോ മറ്റേ മേളിൽ താഴെയിടാൻ ഇങ്ങനെ. ഇത്തവണ ഹരിനാരായണൻ ആയതുകൊണ്ട് നീ ഇന്ന് തൊട്ട് ശംഖു. ഇപ്പൊ എന്താ ഞാൻ വിളിക്കപ്പോ? അത് നമുക്കൊന്ന് ചിന്തിച്ചിട്ട്. അല്ലെങ്കിൽ നീ പെട്ട് എന്താണെങ്കിലും കേൾക്കാൻ തോന്നുന്നത് വിളിക്കണേ. അതെ, ഇവളെ വിശ്വസിക്കാൻ പറ്റും. പിന്നെ ഇവനെ ശംഖു നിന്നെ നാരായണൻ എന്നൊക്കെ വിളിക്കും. അതെ, ശങ്കറും ഇത് നാരായണനും. നാരായണേട്ടാന്ന് വിളിച്ചാലോ? വേണോ? വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞ. ഓക്കെ, നമുക്ക് വഴി എന്തെങ്കിലുമൊക്കെ പൈ വിളിച്ചങ്ങ് പോവാം. വി ആർ വെൽക്കമിങ് യു. താങ്ക് യു സൂപ്പർ സ്റ്റാർ. ഹരിച്ചേട്ടാ, പൊതുവെ കുറെ പാട്ടുകളൊക്കെ ഏതുണ്ടാവുമല്ലോ. അപ്പൊ ഈ റിലീസായി കഴിയുമ്പോ നമ്മുടെ പ്രേക്ഷകരുടെ ഒക്കെ റെസ്പോൺസ് കൂടുതലും മെലഡി സോങ്സിനോടാണോ ഇപ്പോഴും ഒരു ഇഷ്ടം കൂടുതൽ കിടക്കുന്നത്? അങ്ങനെയില്ലല്ലോ, എല്ലാ സോങ്സിനും ഇഷ്ടമില്ലേ? മെലഡീസിനോടും ഉണ്ട്. ഇപ്പോ മെലഡി അല്ലാത്ത പാട്ടൊക്കെ ഇപ്പോ ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന പാട്ട് എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് ഷാൻബായിയുടെ എത്ര പാട്ടുകളുണ്ട്. അപ്പോൾ എല്ലാറ്റിനോടും പാട്ടുകൾ നന്നാവുമ്പോ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുമല്ലോ. മെലഡീസിനോട് ഒരു ഇഷ്ടം ഉണ്ടാവും ചിലപ്പോ. അല്ലേ? എന്നാലും ഞാൻ ഇങ്ങനെ ആയിരിക്കും, എവിടെന്നാണ് ഇതിന് മാത്രം വരികളൊക്കെ എഴുതണ? ഭയങ്കര പാടല്ലേ? ചില്ലറ കാര്യമൊന്നുമല്ല. നമുക്ക് ഒരു ട്യൂൺ ഉണ്ടാക്കിയിട്ട് ഞാൻ ചിലപ്പോ ബായോട് പറയും, നമുക്ക് ഈ വരിക്ക് ഒരു 5-6 ഓപ്ഷൻ ഒന്ന് തരുമെന്ന്. എനിക്കൊരു ട്യൂൺ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. ആ വരിക്ക് 5-6 ഓപ്ഷൻസ് അത് ഞാൻ ചോദിക്കും. ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ ഒന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയറക്ടർക്ക് അത് ഇഷ്ടമാവണമെന്നില്ല. അപ്പൊ ഡയറക്ടർ നമുക്ക് ഹരിയോട് ഒരു ഓപ്ഷനും കൂടെ ചോദിക്കാം. അപ്പൊ അങ്ങനെ ഒരു വരിക്ക് തന്നെ, ഒരു ട്യൂണിന് തന്നെ പല പല ഓപ്ഷൻസ് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കണം. പക്ഷെ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പപ്പണി എനിക്കാ. 15-20 മിനിറ്റ്. അങ്ങനെ പറയരുത്. പ്രണയവും പൈസ മേടിക്കാൻ പോവുക. പൈസ മേടിക്കാത്ത ഒരാള് അല്ല, ഈ പ്രണയവും വിരഹവും എല്ലാം കൂടെ ഒരു ഇമോഷൻ വന്നാലല്ലേ ആ പാട്ടിനും ആ ഒരു രസം കൊടുത്ത് നമുക്ക് പാടാൻ പറ്റുള്ളൂ. അല്ല, അത് ആക്ച്വലി ഇത് എല്ലാത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഇപ്പൊ നമ്മള് ഈ ജോൺസൺ മാഷ്, കൈതപ്രം തിരുമേനി, ചിത്ര ചേച്ചി അല്ലെങ്കിൽ ദാസേട്ടൻ എന്ന് പറയുന്ന പോലെ അതൊരു കോമ്പിനേഷൻ വരുമ്പോഴാണ് ഒരു പാട്ട് എപ്പോഴും വർക്ക് ആവുന്നത്. അതിലേതെങ്കിലും ഒന്ന് പാളിക്കഴിഞ്ഞാൽ അത് പോയി. അങ്ങനെയാണ്. ഓക്കെ, ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയാ. അപ്പൊ ഈ വിരഹ ഗാനങ്ങളൊക്കെ എഴുതുമ്പോ
അങ്ങനത്തെ ഒരു കുറെ ഓർമ്മകളൊക്കെ വെച്ചിട്ടായിരിക്കും ചേട്ടൻ രാവിലെ കരഞ്ഞു അവൾ തുടങ്ങുന്നുണ്ട് അവൾ ചെകയാൻ തുടങ്ങുന്നുണ്ട്. വിരഹം എഴുതുമ്പോ ഞാൻ ഓരോരുത്തരും കിട്ടുമ്പോ നമ്മൾ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണ്ടേ ഷാനിക്ക? ആ പണ്ട് സ്കൂളിൽ നിന്ന് തല്ല് കിട്ടിയപ്പോഴാണ് അത് ഓർത്തിട്ടാണ് ഞാൻ വിരഹഗാനം എഴുതാറ്. ഇവര് അലമ്പാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ചോദിക്കാൻ സമയക്കില്ല. ഞാൻ എന്ത് ചോദിച്ചാലും അപ്പനെ കളിയാക്കും. അല്ല എന്നോട് പറഞ്ഞേ ആ ഇവിടെ വരുമ്പോ തന്നെ എന്റെ ഒരു കൺഫ്യൂഷൻ അതാ. എന്നോട് ഞാൻ വിചാരിച്ചു പാർവതിയാണ് ശരിയെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഇവിടെ വരുമ്പോ എന്നോട് പറഞ്ഞു പാർവതി ആവശ്യമില്ലാത്തത് മുഴുവൻ ചോദിക്കും, ഒന്ന് പിടിച്ചു നിന്നോ എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഞാൻ ഇതുവരെ പാർവതിയാണ് ശരിയെന്ന് വിചാരിച്ചു വന്നത്. ഇപ്പൊ ഇത് ഇപ്പൊ ഹരിക്കിപ്പോ എന്താ തോന്നണേ? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പറയാൻ പറ്റുമോ? അതാണ് ഇത് അത് നൈസായിട്ട് ഇങ്ങനെ എല്ലാം പറഞ്ഞ അവസാനം വിരഹഗാനം എഴുതുമ്പോൾ എന്താണ് ചിന്തിക്കാറ്? അത്രയല്ല ഞാൻ ചോദിച്ചോളൂ. അതെ. അപ്പൊ ഹരിച്ചേട്ടൻ എന്തോ ഇതിൽ ഷോയിലിരുന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. അത് എല്ലാം പറ്റുമോ? ഇവൾ അവിടെ കൊണ്ട് എത്തിക്കുന്ന എനിക്ക് അറിയായിരുന്നു. എല്ലാ ഷോയിലിരുന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതാണ്. എന്നാലും ചേട്ടാ കുറച്ച് കഥകളൊക്കെ ഞങ്ങക്ക് പറഞ്ഞതാ. എന്റെ കഥ ഒന്ന് പുറത്ത് പറയാൻ പറ്റുന്നില്ല. എന്നാ ഹരിച്ചേട്ട കഥ പറ. അത് പറയാം. കഥ കേട്ടാ മതിയോ? അതല്ലേ പ്രണയം ഞങ്ങക്ക് പറഞ്ഞു തന്നെ കുറച്ചൊക്കെ ഞങ്ങക്ക് അറിയാം. എന്നാലും എന്റെ ആണോ ആ ചേട്ടനാണോ? ഹരിച്ചേട്ടൻ ഇത് എന്നെ ഒരു കാര്യം ചെയ്യേ, എന്താ നമുക്കൊന്ന് ഫിക്സ് ചെയ്യണമല്ലോ ഇത് ഹരിമാര്. അല്ല ഞാൻ പറഞ്ഞില്ലേ അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താ നമുക്ക് മറ്റേ പിന്നെ ചേട്ടാ നാരായണേട്ടനും തൽക്കാലത്തേക്ക് അതെ. ഞാൻ നാരായണേട്ടാന്ന് പറഞ്ഞപ്പോ എന്നെ പുച്ഛിച്ചല്ലോ. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കോമഡി. എന്റെ ഒഫീഷ്യൽ നെയിം നാരായണൻ എന്നാ. അത് അച്ഛന്റെ പേരാണ് നാരായണൻ. അപ്പൊ ഈ 1ാം ക്ലാസ്സിൽ ചേർക്കാൻ പോകുന്ന സമയത്ത് അച്ഛൻ എന്റെ പേര് വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഹരി. അപ്പൊ അച്ഛൻ പറഞ്ഞു ഹരി എന്ന് ഇടാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അല്ല എനിക്ക് മുത്തശ്ശന്റെ പേര് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാവശ്യമില്ലാതെ നാരായണൻ എന്ന് പറഞ്ഞ പേര് വാങ്ങിയതാണ്. എനിക്ക് ഹരി വേണ്ട, എനിക്ക് മുത്തശ്ശന്റെ പേര് മതി. വിളിക്കേണ്ട പേര് അദ്ദേഹം തന്നെ പറഞ്ഞു. അതെ, നാരായണേട്ടൻ. അപ്പൊ എന്നാ പിന്നെ നാരായണേട്ടൻ എന്ത് വേണമെങ്കിൽ വിളിച്ചു. ഓക്കേ. വിളിയൊക്കെയല്ലേ വേണ്ടു. ആ നമുക്കും അങ്ങനെ വിളിക്കാം. നാരായണേട്ടൻ. നാരായണ